പണ്ടുകാലത്ത് ദാംഭോദ്ഭവൻ എന്ന അസുരൻ തനിക്ക് അമരത്വം വേണം എന്ന ലക്ഷ്യത്തോടെ സൂര്യദേവനെ പ്രീതിപ്പെടുത്താൻ കഠിനമായ തപസ്സു ചെയ്തു. പ്രീതിപ്പെട്ട സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദാംഭോദ്ഭവൻ ഒരു പ്രത്യേക വരം ആവശ്യപ്പെട്ടു. എനിക്ക് 1000 ദിവ്യകവചങ്ങൾ നൽകണം. ഈ കവചങ്ങളിൽ ഒരെണ്ണം നശിപ്പിക്കണമെങ്കിൽ എന്നോട് ഒരാൾ തുടർച്ചയായി 1000 വർഷം യുദ്ധം ചെയ്യണം. ആ യുദ്ധം അവസാനിക്കുമ്പോൾ കവചം നീക്കം ചെയ്യുന്നവൻ മരിക്കുകയും വേണം. അപ്പോൾ മാത്രമേ അടുത്ത കവചം നീക്കം ചെയ്യാൻ മറ്റൊരാൾക്ക് സാധിക്കൂ. ദാംഭോദ്ഭവൻ ആവശ്യപ്പെട്ടു. അമരത്വം നൽകാൻ കഴിയില്ലെങ്കിലും തപസ്സിന്റെ ശക്തിയാൽ സൂര്യദേവൻ ഈ കവചങ്ങൾ നൽകി. 1000 കവചങ്ങളുള്ള ഈ അസുരൻ സഹസ്രകവചം, 1000 കവചങ്ങളുള്ളവൻ എന്നറിയപ്പെട്ടു. ഈ വരത്തിന്റെ ശക്തിയിൽ അഹങ്കാരിയായ സഹസ്രകവചൻ ലോകമെമ്പാടും നാശം വിതച്ചു. നരനും നാരായണനും സഹസ്രകവചന്റെ അതിക്രമം സഹിക്കവയ്യാതെ വന്നപ്പോൾ ലോകരക്ഷകനായ മഹാവിഷ്ണുവിന്റെ അംശങ്ങളായ നരനും നാരായണനും ഭാവിയിലെ അർജുനനും ശ്രീകൃഷ്ണനും ഇവരാണ് ഭൂമിയിൽ അവതരിച്ചു. അവർ സഹസ്രകവചനെ നേരിടാൻ തീരുമാനിച്ചു. നരനും നാരായണനും ഒരു പ്രത്യേക തന്ത്രം മെനഞ്ഞു. 1. ആദ്യത്തെ 1000 വർഷം നരൻ സഹസ്രകവചനോട് യുദ്ധം ചെയ്യും. 2. 1000 വർഷം പൂർത്തിയാകുമ്പോൾ നരൻ ആദ്യത്തെ കവചം നീക്കം ചെയ്ത് വരപ്രകാരം മരിക്കും. 3. അതേസമയം നാരായണൻ കഠിനമായ തപസ്സു ചെയ്ത് മൃതസഞ്ജീവനി മന്ത്രത്താൽ നരനെ ഉയിർത്തെഴുന്നേൽപ്പിക്കും. 4. തുടർന്ന് അടുത്ത 1000 വർഷം നാരായണൻ യുദ്ധം ചെയ്യും. നരൻ തപസ്സിരിക്കും. ഈ രീതിയിൽ അവർ ഊഴമിട്ട് യുദ്ധം തുടർന്നു. യുഗങ്ങൾ കടന്നുപോയി. ഒടുവിൽ 999 തവണ ഈ ചക്രം ആവർത്തിച്ചു. അങ്ങനെ 999 കവചങ്ങൾ നീക്കം ചെയ്യപ്പെട്ടു. കർണന്റെ ജനനം. സഹസ്രകവചന്റെ പക്കൽ ഇനി ഒരു കവചം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇനി യുദ്ധം ചെയ്താൽ താൻ തീർച്ചയായും നശിക്കുമെന്ന് മനസ്സിലാക്കിയ സഹസ്രകവചൻ തനിക്ക് വരം നൽകിയ സൂര്യദേവന്റെ അടുക്കൽ ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചു. അഭയം ചോദിച്ചുവന്ന ഭക്തനെ സംരക്ഷിക്കേണ്ടത് തന്റെ ധർമ്മമാണെന്ന് സൂര്യദേവന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്റെ ശക്തി ഉപയോഗിച്ച് സൂര്യദേവൻ സഹസ്രകവചനെ തന്റെ ഉള്ളിലേക്ക് ആവാഹിച്ചു. അധികം താമസിയാതെ കൗമാരക്കാരിയായ കുന്തി ദുർവാസാവിൽ നിന്ന് ലഭിച്ച മന്ത്രം പരീക്ഷിച്ച് സൂര്യദേവനെ വിളിച്ചു. ആ വിളിക്ക് സൂര്യദേവൻ ഉത്തരം നൽകി. സൂര്യനിൽ അഭയം തേടിയ സഹസ്രകവചൻ തന്റെ പക്കൽ ശേഷിച്ച അവസാനത്തെ കവചത്തോടും കുണ്ടലങ്ങളോടും കൂടി കുന്തിയുടെ പുത്രനായി ഭൂമിയിൽ കർണനായി പുനർജനിച്ചു. അങ്ങനെ കർണന്റെ ശരീരത്തിൽ ജന്മനാ കാണപ്പെട്ട കവചകുണ്ടലങ്ങൾ സഹസ്രകവചന്റെ പൂർവ്വജന്മത്തിൽ അവശേഷിച്ച ഒരേയൊരു കവചമായിരുന്നു. പൂർവ്വജന്മത്തിൽ സഹസ്രകവചനോട് യുദ്ധം ചെയ്ത നരനും നാരായണനും ഈ ജന്മത്തിൽ അർജുനനും ശ്രീകൃഷ്ണനുമായി വന്നപ്പോൾ ആ പുരാതനമായ വൈരം കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വീണ്ടും സമാപിക്കുകയായിരുന്നു. ഈ കഥ കർണന്റെ ജീവിതത്തെയും മഹാഭാരതത്തിലെ സംഭവങ്ങളെയും എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ.